ഹായ് ഗായ്സ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2024 റിലീസ് ചെയ്ത ആംബർ അലർട്ട് എന്ന ത്രില്ലർ മൂവിയാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത്. മൂവിയുടെ ആരംഭത്തിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ ടൊയോട്ട ക്യാമറി കാറാണ് കാണിക്കുന്നത്. ഈ കാറിലുള്ള ആളുടെ ഉദ്ദേശം അത്ര നല്ലതൊന്നുമല്ല. പുള്ളിക്കാരന്റെ ഫോക്കസ് മുഴുവനും ചെറിയ കുട്ടികളിലാണ്. തക്കം കിട്ടിയാൽ ഏതെങ്കിലും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിൻ ജാക്ലിൻ. പുള്ളിക്കാരി ഭയങ്കര തിരക്കിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി ബുക്ക് ചെയ്ത കാറ് വെളിയിൽ വന്നെന്നറിഞ്ഞപ്പോൾ ധൃതി ഒന്നുകൂടെ കൂടി. എന്തായാലും പുള്ളിക്കാരി തന്റെ പണിയൊക്കെ തീർത്ത് വെളിയിൽ വന്നപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ട് തന്നെ കാർ ഡ്രൈവർ അയാളുടെ പാട്ടിന് പോയി. അവൾ ഓൾറെഡി ലേറ്റ് ആണ്. അവൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് പാസഞ്ചറിനെ ഇറക്കിയതിനു ശേഷം തിരികെ പോകാൻ തുടങ്ങുന്ന ഒരു കാറ് അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾ ഉടനെ തന്നെ ആ കാർ ഡ്രൈവറിനെ സമീപിക്കുന്നു. പുള്ളിക്കാരന്റെ പേര് ഷെയ്ൻ എന്നാണ്. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ ഇരട്ടി പൈസ തരാം, ഞാൻ ബുക്ക് ചെയ്ത കാറ് മിസ്സായി എന്നൊക്കെ ഹീറോയിൻ അയാളോട് സംസാരിക്കുന്നു. എന്നാൽ ഈ ഡ്രൈവർ ഷെയ്ൻ ആകട്ടെ, ഞാൻ ഇന്നത്തോടെ എന്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ചതാണ്, എനിക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് പുള്ളിക്കാരനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ റൂട്ടിലേക്കാണ് പോകേണ്ടത് എന്ന സത്യം രണ്ടുപേരും തിരിച്ചറിയുന്നത്. ഹീറോയിനെ ഷെയ്ൻ പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടതായേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ കയ്യിൽ നിന്നും കിട്ടിയ പൈസയും വാങ്ങിച്ച് ഹീറോയിനെ കൊണ്ട് ഷെയ്ൻ യാത്ര ആരംഭിച്ചു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഇവര് പോകുന്ന അതേ റൂട്ടിലുള്ള ഒരു പാർക്കും അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയെയുമാണ്. ഇത് മോണിക്ക. ഇവളുടെ മൂത്ത കുട്ടികൾ ആ പാർക്കിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയ കുഞ്ഞിനെ ഇവള് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇളയ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മോണിക്കയുടെ അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മൾ ആദ്യമേ കണ്ട ആ ബ്ലാക്ക് കളർ ടൊയോട്ട ക്യാമറി കാറ് മോണിക്കയുടെ മകൾ ഷാർലറ്റിന്റെ അടുത്തായിട്ട് പാർക്ക് ചെയ്യുന്നു. ആ കാറിന്റെ ഡോർ ഓപ്പൺ ആക്കിയതും ഫ്രണ്ട് സീറ്റിൽ ഒരു പാവക്കുട്ടി. ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്ന ആളാണെങ്കിൽ ആ പാവക്കുട്ടിയുടെ തലയൊന്ന് ചിരിച്ചതിന് ശേഷം പാവക്കുട്ടിയുടെ സൗണ്ടിൽ സംസാരിക്കുകയും ചെയ്തു. പിള്ളേരെ തട്ടിക്കൊണ്ടു പോകാൻ ഇതൊക്കെ തന്നെ ധാരാളമാണല്ലോ. ഷാർലറ്റ് അതിന് പുറകെ പോവുകയും ചെയ്തു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം മോണിക്ക തന്റെ അമ്മ എടുത്ത വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുന്നു. അതിൽ തന്റെ മകള് ഷാർലറ്റിനെ തട്ടിക്കൊണ്ടു പോകുന്നത് റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് തന്റെ മകള് മിസ്സാണ് എന്ന യാഥാർത്ഥ്യം മോണിക്ക തിരിച്ചറിയുന്നത്. മോണിക്ക ഉടനെ തന്നെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പോലീസിനെ വിളിക്കുകയാണ്. സിസി എന്ന പേരുള്ള ഒരു ഓഫീസർ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. തന്റെ മകൾ ഷാർലറ്റ് മിസ്സായി എന്ന വിവരം മോണിക്ക സിസിയെ അറിയിക്കുന്നു. സിസി ഉടൻ തന്നെ ഈ വിവരം തന്റെ ഹയർ ഓഫീസറിനെ അറിയിക്കുകയും ശേഷം ആംബർ അലർട്ട് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ ആംബർ അലർട്ട് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ സഹായത്തോടെ മിസ്സായ കുട്ടികളെ കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാണ്. 1996 ആംബർ എന്ന പേരുള്ള കുട്ടി മിസ്സാവുകയും അതേ ദിവസം തന്നെ അവൻ ക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആ കുട്ടിയുടെ ഗതി ഇനി മറ്റൊരു കുട്ടിക്കും ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ആംബർ അലർട്ട് എന്ന സിസ്റ്റം രൂപപ്പെടുത്തിയത്. ഈ സിസ്റ്റം പ്രകാരം ഏതെങ്കിലും കുട്ടി എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ്, അതായത് ആ കുട്ടി അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വയസ്സ്, അതുപോലെ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ നിറം, നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് സിറ്റി മുഴുവൻ ഒരു മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജിന് മാച്ചാകുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് ഏതെങ്കിലും പബ്ലിക്കിൽ നിന്നും ലഭിക്കുന്നത് വഴി കുട്ടിയെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. എന്തായാലും സിസി ഷാർലറ്റിന്റെ വിവരങ്ങൾ ഹയർ ഓഫീസറിന് കൈമാറുന്നു. കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് പാർക്കിൽ നിന്നുമാണ്. കുട്ടിയുടെ അമ്മ അറിയാതെ എടുത്ത വീഡിയോയിൽ ആ ദൃശ്യങ്ങളൊക്കെ റെക്കോർഡായിട്ടുണ്ട്. കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത് ബ്ലാക്ക് കളർ ടൊയോട്ട ക്യാമറി കാർ. കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം യെല്ലോ, വൈറ്റ് ഷൂസ്, പിങ്ക് സോക്സ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഫീസർ കാറിന്റെ നമ്പർ ആവശ്യപ്പെടുന്നു. എന്നാൽ കാറിന്റെ നമ്പർ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഒരു കാറിന്റെ കളറും മോഡലും വെച്ചുകൊണ്ട് ഒരു ആംബർ അലർട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് കാറുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ കോളുകൾ വരും. അത് അവരുടെ അന്വേഷണത്തെ വഴിതെറ്റിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആംബർ അലർട്ട് കൊടുക്കാതെ തന്നെ കുട്ടിയെ കണ്ടെത്തിക്കൊള്ളാമെന്ന് ഹയർ ഓഫീസർ മോണിക്കയ്ക്ക് വാക്ക് നൽകുന്നു. പോലീസുകാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോള് കട്ടിയതെങ്കിലും മോണിക്കയ്ക്ക് അങ്ങനെ ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ആ ഓഫീസറിനെ നേരിട്ട് കാണുന്നു. പട്ടാപ്പകൽ എന്റെ കുഞ്ഞ് മിസ്സായിരിക്കുകയാണ്. അവളെ കണ്ടെത്താൻ വൈകുന്ന ഓരോ നിമിഷവും അവൾക്ക് ആപത്താണ്. ആംബർ അലർട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ ആംബർ അലർട്ട് എന്ന സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മോണിക്ക ബഹളം വെച്ചപ്പോഴേക്കും ആ ഓഫീസറിന്റെ മനസ്സറിഞ്ഞു. ഒട്ടും താമസിപ്പിക്കാതെ ആംബർ അലർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഹീറോയിനും ഷെയ്നും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷെയ്ന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. അവന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ ഷെയ്ൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി നേരത്തെ അവസാനിപ്പിക്കുന്നതിന്റെ റീസണും ഇത് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും സെലിബ്രേഷന് ചെല്ലാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ എക്സ് വൈഫ് അവനെ വിളിച്ച് നല്ല ചീത്ത പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയിൻ ഷെയ്നോട് സോറി പറയുന്നുണ്ട്. ലേറ്റ് ആകുന്നതിന്റെ ഒരു റീസൺ നമ്മുടെ ഹീറോയിനും കൂടെയാണല്ലോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ ഫോണിലേക്ക് ആംബർ അലർട്ടിന്റെ മെസ്സേജ് വന്നത്. ഷാർലറ്റിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയ ആ കാറിന്റെ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മെസ്സേജ്. ഹീറോയിനും ഷെയ്നും മെസ്സേജ്
ഒക്കെ റീഡ് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മെസ്സേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലൊരു കാറ് അവരുടെ മുന്നിലൂടെ പോയത്. ഹീറോയിൻ ഉടനെ തന്നെ ഷെയ്നോട് ആ കാറിനെ ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്ന പോലീസുകാരെ വിളിച്ച് ആ കാറിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ കാറിനകത്ത് കുട്ടിയെ കണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ നമ്മുടെ ഹീറോയിന് സാധിച്ചില്ല. കാരണം കാറിലെ ബ്ലാക്ക് മിറർ കാരണം ഉള്ളിലുള്ളതൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അധികം താമസിക്കാതെ ഈ രണ്ട് കാറുകളും സിഗ്നലിലെത്തി നിർത്തിയിടുന്നു. ഈ സമയം അവിടുത്തെ സിഗ്നൽ ബോർഡിലും ആംബർ അലേർട്ടിന്റെ മെസ്സേജ് വരുന്നു. ഈ മെസ്സേജ് വന്നതും ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ആ ബ്ലാക്ക് കളർ കാറ് സിഗ്നൽ ആകുന്നതിന് മുന്നേ തന്നെ ഫാസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കണ്ടതും ഹീറോയിന്റെ സംശയം ഒന്നുകൂടെ സ്ട്രോങ് ആയി. ഹീറോയിന്റെ നിർബന്ധപ്രകാരം ഷെയ്ൻ ആ വണ്ടിയെ ഫോളോ ചെയ്യുന്നു. ഈ മോഡൽ വണ്ടി ഈ സിറ്റിയിൽ ധാരാളമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലുള്ളത് ആ കിഡ്നാപ്പർ ആകണമെന്നില്ല എന്നൊക്കെ ഷെയ്ൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. സിഗ്നൽ വെട്ടിച്ച് പാഞ്ഞുപോയ ആ ബ്ലാക്ക് കാറ് തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ നിർത്തുന്നു. ആ വണ്ടി ഡ്രൈവ് ചെയ്ത ആളാണെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ ഹീറോയിൻ ആണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാതെ വണ്ടിയിൽ കുട്ടിയുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുകയാണ്. കോളിൽ കണക്റ്റഡ് ആയിട്ടിരിക്കാം, കിഡ്നാപ്പർ വരുവാണെങ്കിൽ ഇൻഫോം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഷെയ്ൻ അവന്റെ നമ്പർ ഹീറോയിന് നൽകുന്നു. വണ്ടി ചെക്ക് ചെയ്ത ഹീറോയിൻ ചെറിയ ഗ്യാപ്പിലൂടെ വൈറ്റ് ഷൂസും പിങ്ക് സോക്സും ധരിച്ച ഒരു പെൺകുട്ടിയുടെ കാല് കാണാൻ സാധിച്ചു. അവൾ ആ കുട്ടിയെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അത് മാത്രമല്ല, അപ്പോഴേക്കും ആ വണ്ടി ഓടിച്ചിരുന്നയാള് അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന എയർപോർട്സിലൊന്ന് ആ കാറിനുള്ളിലിട്ടതിനു ശേഷം തിരിച്ച് ഷെയ്നിന്റെ അടുത്തെത്തി ആ കാറിനെ ഫോളോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇവർ ഓൾറെഡി കോളിൽ കണക്റ്റഡ് ആണല്ലോ. എയർപോർട്സിലൊന്ന് ആ കാറിനുള്ളിലിട്ടത് കൊണ്ട് തന്നെ ആ കാറിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ഇവർക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർക്ക് ആ ബ്ലൂടൂത്ത് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആ കാറിനെ വിടാതെ പിന്തുടരുന്നു. ആ കാറിനുള്ളിലുള്ള ആള് ഒരു മെഡിക്കൽ ഷോപ്പിൽ വിളിച്ച് എന്തൊക്കെയോ മെഡിസിൻസ് ഓർഡർ ചെയ്യുന്നു. കൂടാതെ അയാളുടെ നമ്പരും അവർക്ക് നൽകുന്നു. ഹീറോയിൻ ഉടനെ തന്നെ ആ നമ്പർ ഒരിടത്ത് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിക്കൂടെ, ആ കാറിലുള്ളത് അയാളുടെ തന്നെ കുട്ടിയായിരിക്കില്ലേ എന്നൊക്കെ ഷെയ്ൻ സംസാരിക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരന്റെ കയ്യിൽ ഗണ്ണുണ്ട്, അതുപോലെ സിഗ്നലിൽ മെസ്സേജ് കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്തിന് ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോയി എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങളായിരുന്നു ഹീറോയിന്റെ കയ്യിൽ. ഇവിടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സിസിക്ക് നിറയെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഒരു ബ്ലാക്ക് കളർ കാർ എവിടെ കണ്ടാലും അപ്പൊ ഇവിടെ കോൾ വരും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ റീസെന്റ് ആയിട്ട് അവർക്കൊരു കോള് വന്നിരിക്കുകയാണ്. ബ്ലാക്ക് കളർ ടൊയോട്ട ക്യാമറി കാർ. വണ്ടിയിലെ ഗ്രേ ഹെയർ ഉള്ള ഒരു കുട്ടിയുമുണ്ട്. കൂടെയുള്ളത് കിഡ്നാപ്പർ ആണെന്നാണ് വിളിച്ചയാളുടെ വാദം. വണ്ടിയുടെ ലൊക്കേഷനും നമ്പരും എല്ലാം വിളിച്ചയാൾ കൃത്യമായിട്ട് നൽകുന്നു. ഷാർലറ്റിന്റെ ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ആകുന്നത് കൊണ്ട് തന്നെ അവർ ആ കോള് റെക്കോർഡ് ചെയ്യുകയും അന്വേഷിക്കുകയും പുതിയൊരു ആംബർ അലർട്ട് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഹീറോയിനും അവരുടെ മുന്നിലുള്ള ബ്ലാക്ക് കളർ ടൊയോട്ട ക്യാമറി കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ മുന്നിലുള്ള ബ്ലാക്ക് കളർ കാർ റോഡിന്റെ സൈഡിലായിട്ട് നിർത്തുന്നു. ഇത് കണ്ടിട്ട് പിന്നാലെ വന്ന ഹീറോയും അവരുടെ വണ്ടി അവിടെ നിർത്തുന്നു. എന്നാൽ ചുമ്മാതെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടാല് മുന്നിലുള്ളയാൾക്ക് ഡൗട്ട് തോന്നുമല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറഞ്ഞത് പ്രകാരം വണ്ടിയുടെ ബോണറ്റൊക്കെ ഓപ്പൺ ആക്കി കംപ്ലൈന്റ് ശരിയാക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഷെയ്ൻ. ഈ സമയം മറ്റേ ബ്ലാക്ക് കാറിലെ ആളിറങ്ങി വന്നിട്ട്, ഹലോ, എന്റെ പേര് ആരൻ, നിങ്ങളുടെ വണ്ടിക്ക് എന്ത് പറ്റിയതാണ്, എന്റെ എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല, വണ്ടി ഓക്കെ ആയെന്ന് പറഞ്ഞ് ഷെയ്ൻ ഉടനെ തന്നെ ബോണറ്റ് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ബ്ലാക്ക് കളർ കാർ ഉണ്ടെന്ന് വെച്ച് ആംബർ അലർട്ടിലെ ആ കിഡ്നാപ്പർ ഞാനാകണമെന്നുണ്ടോ എന്ന് ആരോൺ അവരോട് ചോദിക്കുന്നു. ഈ സമയം വണ്ടിയിലെ കുട്ടി ആരാണ് എന്ന് ഹീറോയിൻ അയാളോട് ചോദിക്കുന്നു. അതെന്റെ മകൾ ഒലീവിയയാണ്. അവൾക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് അവൾ ആ കാറിൽ കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആരോൺ അവരെ ക്ഷണിക്കുന്നു. ഷെയ്ൻ ആണെങ്കിൽ സോറി സാർ, കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നെല്ലാം പറയുന്നു. എന്നാൽ ഹീറോയിൻ ആകട്ടെ വാ മീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് നടക്കുന്നു. ഹീറോയിനും കാറിനടുത്തെത്താറായപ്പോഴേക്കും ആരോൺ പതിയെ അവന്റെ കയ്യിലുള്ള തോക്ക് പുറത്തെടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാവരുടെയും ഫോണിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഷാർലറ്റിനെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പരും ലൊക്കേഷനും അടങ്ങുന്ന പുതിയൊരു ആംബർ അലർട്ട്. ഹീറോയിൻ ഉടനെ തന്നെ ആരോണിന്റെ കാറിന്റെ നമ്പർ ചെക്ക് ചെയ്യുന്നു. നോട്ടിഫിക്കേഷനിൽ വന്ന നമ്പർ ആയിരുന്നില്ല അത്. ഹീറോയിനും ആരോണിനോട് സോറിയൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് കാണുക പോലും ചെയ്യാതെ അവനെ പോകാൻ അനുവദിച്ച് തിരികെ മടങ്ങുന്നു. ആരോണിന്റെ കാർ അവിടെ നിന്നും പാസ് ചെയ്ത് പോയ ടൈമില് അതിനുള്ളിൽ നിന്നും ഒരു കുട്ടിയുടെ സൗണ്ട് കേൾക്കാൻ ഹീറോയിന് സാധിച്ചു. ആരോണിന്റെ മകള് ഉറങ്ങുകയാണെന്നാണല്ലോ നേരത്തെ അവൻ അവരോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ വീണ്ടും ആരോണിനെ സംശയിക്കുന്നു. അവൾ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് നിങ്ങൾക്ക് കിഡ്നാപ്പേഴ്സിന്റെ ഇൻഫോർമേഷൻ തന്നയാളുടെ പേര് ആരോൺ എന്നാണോ എന്ന് ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞ പോലീസുകാരെയും ഹീറോയിനെയും ഒരേ ടൈമില് ആരോൺ വിഡ്ഢികളാക്കുകയായിരുന്നു. ആരോൺ തന്നെയാണ് ആ കിഡ്നാപ്പർ. ഷാർലറ്റ് ആ കാറിൽ തന്നെയുണ്ട്. അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ മറ്റൊരു ലൊക്കേഷനും കാർ നമ്പരും പോലീസിനെ വിളിച്ചറിയിച്ചത്. കാര്യങ്ങളൊക്കെ മനസ്സിലായതും ഹീറോയിനും വീണ്ടും ആരോണിന്റെ കാറിനെ പിന്തുടരുന്നു. പോലീസുകാർക്ക് എക്സാക്ട് ലൊക്കേഷനും നമ്പരും നൽകുന്നു.
പോലീസുകാരാണെങ്കിൽ ആരോൺ അപകടകാരിയാണ്, അവനെ പിന്തുടരരുത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയും അത് കേൾക്കുന്നില്ല. അവരവനെ പിന്തുടരുക തന്നെ ചെയ്യുന്നു. ഹീറോയിൻ മുൻപ് നോട്ട് ചെയ്തിരുന്ന ആ നമ്പർ ആരോണിന്റെ ആയിരുന്നു. അവൾ അതിൽ വിളിച്ച് കുട്ടിയെ തിരികെ നൽകണമെന്ന് പറഞ്ഞ് ആരോണിനെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ആരോൺ ആകട്ടെ ഫോളോ ചെയ്യുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കുട്ടിയെ കൊന്നുകളയുമെന്ന് തിരിച്ചും ഭീഷണിപ്പെടുത്തുന്നു. ഹീറോയിൻ അത് വകവെച്ചില്ലെങ്കിലും ആരോൺ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നു. ഓടുന്ന വണ്ടിയിൽ നിന്നും ഷാർലറ്റിനെ തള്ളി താഴെയിടുന്നു. പേടിച്ചു പോയ ഹീറോയിനും വണ്ടി നിർത്തി പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരോണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പാവയായിരുന്നു അവൻ റോഡിലേക്ക് തള്ളിയിട്ടത്. ഹീറോയിനും ആരോണിനെ ഫോളോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ആരോൺ മിന്നൽ വേഗത്തിൽ അവരുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോവുകയും ചെയ്തു. കിഡ്നാപ്പറിനെ അവർക്ക് മിസ്സായി. ഷാർലറ്റിനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്നറിയാതെ നട റോഡിൽ നിൽക്കുകയാണ് ഹീറോയിനും. അപ്പോഴാണ് മുൻപ് ആരോൺ ഒരു മെഡിക്കൽ ഷോപ്പിൽ വിളിച്ചതിനെ പറ്റി ഹീറോയിൻ ഓർത്തത്. ആ മെഡിക്കൽ ഷോപ്പിൽ ആരോണിന്റെ പേരും അഡ്രസ്സും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മെഡിക്കൽ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആരോണിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. ഈ വിവരങ്ങളൊക്കെ ഹീറോയിൻ കൃത്യമായി പോലീസിനെ അറിയിക്കുന്നു. മാത്രമല്ല ആരോണിന്റെ അഡ്രസ്സ് ഹീറോയിന് നൽകണമെന്നും അവൾ ആവശ്യപ്പെടുന്നു. എന്നാൽ പോലീസുകാരാകട്ടെ ആരോൺ അപകടകാരിയാണ്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞങ്ങൾ അന്വേഷിച്ചു കൊള്ളാം, നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെയും കൈയൊഴിയുന്നു. പോലീസുകാർ അധികം താമസിക്കാതെ ആരോണിന്റെ അഡ്രസ്സ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മോണിക്ക ഈ അഡ്രസ്സ് ഹീറോയിനും കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം അവർ നിൽക്കുന്ന ആ ഏരിയയിൽ തന്നെയാണ് ഈ അഡ്രസ്സ് ഉള്ളത്. എന്നാൽ പോലീസുകാരാകട്ടെ അത് അവരുടെ ജീവനാപത്താണ്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുന്നു. ഈ സമയം കാറില് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഹീറോയിൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന്റെ വേദന ഹീറോയിന് നന്നായിട്ട് അറിയാമായിരുന്നു. പണ്ട് ഹീറോയിൻ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ, അതായത് അവളുടെ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ വേദന അവളെ ഇന്നും വേട്ടയാടുന്നു. ഒരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹീറോയ്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഈ സമയം മോണിക്ക പോലീസുകാരറിയാതെ ആരോണിന്റെ അഡ്രസ്സ് കൈവശപ്പെടുത്തുകയും അത് നമ്മുടെ ഹീറോയിനെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. കരഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഹീറോയിനും മോണിക്ക കൊടുത്ത അഡ്രസ്സിലെത്തുകയും ചെയ്യുന്നു. ഹീറോയിന്റെ എയർപോർട്സിലൊന്ന് ആരോണിന്റെ കാറിൽ അവൾ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഹീറോയിൻ അത് കണക്ട് ചെയ്യുകയും അതുവഴി ആരോൺ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് അവർക്ക് കേൾക്കാനും സാധിച്ചു. എന്നാൽ ഹീറോയാകട്ടെ ഈ എയർപോർട്ട്സും പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിലെ സ്റ്റാഫ് ആണെന്നും പറഞ്ഞ് ആരോണിനെ കോൾ ചെയ്യുകയും മുൻപ് ഓർഡർ ചെയ്ത മെഡിസിൻസ് ഒക്കെ റെഡിയാണ്, കളക്ട് ചെയ്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതും ആരോൺ ഉടനെ തന്നെ അവന്റെ വണ്ടിയും എടുത്ത് മെഡിക്കൽ ഷോപ്പിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ആ ഗ്യാപ്പില് ഹീറോയിനും ആരോണിന്റെ വീടിനുള്ളിൽ പ്രവേശിക്കുന്നു. അവന്റെ വീട്ടിലെ ഓരോ മുറികളും അവരെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ആരോൺ കടത്തിക്കൊണ്ടുവന്ന ആദ്യത്തെ കുട്ടി ആയിരുന്നില്ല ഷാർലറ്റ്. ഇതിനു മുമ്പും അവൻ ഒരുപാട് കുട്ടികളെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഷൂസും അതുപോലെ പല കുട്ടികളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കും എല്ലാം അവർക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം കണ്ട് ഭയന്നു പോയ അവര് ഷാർലറ്റിന് വേണ്ടിയിട്ട് ആ വീടിന്റെ മുക്കും മൂലയും മരിച്ചു വിറക്കുന്നു. ഒടുവിൽ അവര് ബേസ്മെന്റിലെത്തി. അവിടെ ഒരു ഇരുമ്പ് കൂടിനുള്ളില് ബന്ധിക്കപ്പെട്ട നിലയിൽ ഷാർലറ്റിനെ അവർക്ക് കാണാൻ സാധിച്ചു. ഷാർലറ്റിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഭീകര രൂപം ആരോൺ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഒരു തുണി ഉപയോഗിച്ച് ആ രൂപം മറച്ചതിന് ശേഷം ഷാർലറ്റിനെ ആ കൂട്ടിനുള്ളിൽ നിന്നും മോചിപ്പിക്കുന്നു. അപ്പോഴാണ് ആരോണിന്റെ കാറിൽ നിക്ഷേപിച്ച ഹീറോയിന്റെ എയർപോർട്സിലൊന്ന് അവിടെ ഇരിക്കുന്നത് ഹീറോയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മാത്രമല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്നും മെഡിസിൻസ് വാങ്ങിച്ചതിന്റെ റെസിപ്റ്റ് ഷാർലറ്റിന്റെ കൈവശവും ഉണ്ടായിരുന്നു. അതായത് ഹീറോയിനെയും വീട്ടിനുള്ളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആരോൺ കളിച്ച കളിയായിരുന്നു ഇത്. ആരോൺ മുൻപേ തന്നെ എയർപോർട്സ് കൈവശപ്പെടുത്തിയിരുന്നു. അതുപോലെ മെഡിസിൻസും മുൻപേ തന്നെ വാങ്ങിയിരുന്നു. ഹീറോയിനും എത്രയും പെട്ടെന്ന് കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും ആരോൺ ആ വീടിനുള്ളിൽ പ്രവേശിച്ചിരുന്നു. ഹീറോയിനോട് കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെടാൻ പറഞ്ഞതിനു ശേഷം ഹീറോ ആരോണുമായി ഏറ്റുമുട്ടുന്നു. രണ്ടുപേരും പരസ്പരം ഷൂട്ട് ചെയ്യാനും തുടങ്ങി. ഒടുവിൽ ഹീറോയുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആരോണിന്റെ കണ്ണ് വെട്ടിച്ച് മുകളിലെ നിലയിൽ ഒളിച്ചിരുന്ന ഹീറോയിനെ ആരോൺ കണ്ടെത്തുകയും അവളുടെ ഷോൾഡറിലേക്ക് ആരോൺ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹീറോയിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരോൺ എയിം ചെയ്ത് നിൽക്കവേ ആരോണിനെ പിന്നിൽ നിന്നും ആരോ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. അത് ആ പോലീസുകാരനായിരുന്നു. അധികം താമസിക്കാതെ മെഡിക്കൽ ടീമും മറ്റു പോലീസുകാരും മോണിക്കയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു. പോലീസുകാർ ഷാർലറ്റിനെ മോണിക്കയ്ക്ക് കൈമാറുന്നു. അമ്മയും മകളും ഒന്നിക്കുന്ന ആ നിമിഷം ഹീറോയിനെ ഏറെ സന്തോഷപ്പെടുത്തി. ഹീറോയിനും ഷാർലറ്റും എല്ലാവരും സേഫ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.